അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങി ഇവിടുന്ന്. അവിടെ ചൂട് ചായ മുഖത്ത് വെച്ച്. അല്ലോ എരിഞ്ഞിട്ട് വയ്യേ. ആ കാലം മടത്തി മുഖത്തൊക്കെ കാപ്പി ഒഴിച്ചിട്ട്. നീ എന്തിനാ എന്റെ ഉമ്മാന്റെ മുഖത്ത് ചായ ഒഴിച്ചത്? നിനക്ക് എത്ര ധൈര്യമുണ്ട് എന്റെ ഉമ്മാന്റെ മുഖത്ത് ചൂട് കാപ്പി ഒഴിക്കാൻ വേണ്ടിട്ട്? പറയടി, വായി തുറന്ന് പറ, എന്തിനാടി നീ ഒഴിച്ചത്? ഇത്രയും ദിവസം നിങ്ങളുടെ ഉമ്മ എന്നെ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞ ഞാൻ ഒന്നും ചെയ്തുമില്ലല്ലോ. പക്ഷെ ഇന്ന് കണ്ട നിങ്ങൾ പറഞ്ഞത് അതെനിക്ക് സഹിച്ചില്ല. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും എനിക്ക് സഹിക്കൂല. അതുകൊണ്ട് തന്നെയാണ് ചുടുകാപ്പി മുഖത്ത് വെച്ചത് ഉമ്മാന്റെ. ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായ? ഇനി നോക്കിക്കോളൂ, നിങ്ങളൊന്നും ഒന്നും പറയില്ല. ഡി, എന്റെ ഉമ്മ എന്നെ ചീത്ത പറഞ്ഞു, അതിന് ഞാനാണ് തിരിച്ചു ചെയ്യേണ്ടത്. നീ എന്തിനാ ചെയ്തത്? നിന്റെ ഉമ്മ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞിട്ട് ഉമ്മാനെ പകരം വീട്ടുകയും ചെയ്തിട്ട് ആ കുട്ടി എന്റെ മേലെ ഇടുകയെ. എന്റെ മുമ്പും നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോഴൊന്നും നീ ഒന്നും ചെയ്തിട്ടുമില്ല, തിരിച്ചു പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ നിനക്ക് അവിടെ വേണ്ടി ധൈര്യം കിട്ടിയത്. എല്ലാം ഞാൻ ശരിയാക്കി തരുന്നുണ്ട്, മാറാണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് മാ? വേദനയുണ്ടാ? അല്ലോ എനിക്ക് തീരെ വയ്യടാ. ഇതൊക്കെ വാരി തേച്ചിട്ട് കൂടി എന്റെ നീറ്റില് മാറണില്ലടാ. പൊള്ളിയതല്ലമ്മാ, എരിച്ചിലും നീറ്റലൊക്കെ ഉണ്ടാവും, പോകെ പോകെ ശരിയാവും. മുമ്പൊക്കെ ഞാൻ എന്തൊക്കെ പറഞ്ഞിരിക്കണ അവളെ. അന്നൊന്നും എന്നെ ഒന്നും പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ഇന്ന് ഞാൻ 2 വാക്ക് തന്നെ പറഞ്ഞുള്ളൂ ദേഷ്യത്തില്. അമുക്ക് കൊണ്ടുവന്നതിന്റെ ദേഷ്യത്തില്. അതിലിങ്ങനെ ചൂടുവെള്ളം മുഖത്ത് ഒഴിക്കും എന്റെ. ആരോ അവളുടെ അടുത്ത് നന്നായി മൂട്ടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് അവിടെ നിന്നാണ് എത്ര ധൈര്യം. മുമ്പൊന്നും എന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നീ കേക്കട പോയിട്ട് കേക്ക്. റൂബി, റൂബി ഇങ്ങോട്ട് വാ. എന്താണ്? നീ എന്താ പറഞ്ഞത്? എല്ലാം എനിക്ക് വേണ്ടി ചെയ്തതാണെന്നാ? ഇതാ നോക്ക്, എനിക്ക് ഏറ്റവും വലുത് എന്റെ ഉമ്മയാണ്. അതിനുശേഷം മാത്രം തന്നെ ഉള്ളൂ നീ. ഇനി എന്തെങ്കിലും എന്റെ ഉമ്മാനെ ചെയ്താലുണ്ടല്ലോ. ഡി, നീ എന്താ എന്റെ ഉമ്മാനെ നോക്കി വരട്ടുന്നത്? എന്ത് തിമിരാണ്ടി നിനക്ക്? ഭക്ഷണം കഴിക്കാൻ വരി, മരുന്ന് കഴിക്കാനുള്ളതല്ലേ, വരി. എന്താടി തുറന്നു വെച്ചിട്ട് നോക്കി നിൽക്കണത്? നിന്റെ വാപ്പ വന്ന് വിളമ്പി തരുവോ? വളമ്പടി. എന്താ കഴിക്കാണ്ട് നിൽക്കുന്നത്? കൈവേദന ഉണ്ടാ? ഞാൻ വാരിത്തരണ? വേണ്ടടാ. ഇത്രയൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അവളിങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വിളമ്പി തരുമ്പോ എനിക്ക് സംശയമൊന്നും തോന്നണില്ലടാ. നീ കഴിച്ചു നോക്കിയതല്ലേ? ഉപ്പും മുളകൊക്കെ നേരാമണം ഉണ്ടാ? അതോ നീ വേറെന്തെങ്കിലും? ഇല്ലല്ലോ, എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. എല്ലാം കറക്റ്റ് തന്നെ ഉണ്ടല്ലോ. ഞാൻ അവളുടെ മുമ്പ് എന്തൊക്കെ പറഞ്ഞിരിക്കണേ? അന്നൊന്നും അവൾ എന്നെ ഒന്നും ചെയ്യാണ്ട് ഇപ്പൊ അവൾ എന്നെ കൊണ്ട് ഇത് ചെയ്തു. മനസ്സിൽ പക വെച്ചിട്ട് തന്നെയല്ലേ. എന്നെ ചെയ്യാൻ അവൾക്ക് ധൈര്യം ഉണ്ടായി. ഇനി നിന്നെ ചെയ്യാൻ അവൾക്ക് ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ഈ ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷമോ വല്ലതും വെച്ചാലോ? കണ്ടടാ മുഖം വെച്ച് നിക്കണത്. അപ്പൊ സത്യം തന്നെ ആയിരിക്കില്ലേ?
ഡി എന്റെ അമ്മ പറയണ പോലെ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടാ ഇതില്? ഡി എന്താണ്ട് നീ മുന്നാണ് നിൽക്കുന്നത്? എന്താ ചെയ്തത് പറ. വായ തുറക്കണ്ടോ നോക്കാള്, വായ തുറക്കടി. ഞാൻ പോണം. ഡാ നിക്ക്, നീ പോവുകയാണ് എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട്? ഡാ നീ പോണ വഴിക്ക് എന്നെയും വല്യമ്മാന്റെ അടുത്ത് കൊണ്ടാക്ക്. നീ ഇല്ലാത്ത നേരത്തെ അവൾ എന്നെ എന്തെങ്കിലും ചെയ്താലോ? എന്താ അമ്മ നിങ്ങൾ പറയണത്? നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വിടുവോ ഞാൻ അവളെ? എന്നെ എന്തെങ്കിലും ചെയ്തിട്ട് നീ അവളെ ചെയ്തിട്ട് എന്താണ് കാര്യം? എനിക്ക് പേടിയാണ് ഇവിടെ ഇരിക്കാൻ. ഞാനാണെങ്കിലോ എന്റെ വായി വെച്ച് വെറുതെ ഇരിക്കൂല, എന്തെങ്കിലുമൊക്കെ പറയും. ആ ദേഷ്യത്തിന് അവള് കത്തിയെടുത്തിട്ട് എന്നെ കുത്തിയാലോ? അതാണ് എന്റെ പേടി. എന്താ അമ്മ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് അവള് പേടിയാണില്ലേ? നിക്ക്, ഞാൻ തന്നെ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് പോവാം. ഡാ നിക്കവിടെ. എനിക്ക് അവളുടെ പേടിയാണെന്ന് പറയാൻ പോവാണ് നീ അവളുടെ അടുത്ത്? പിന്നെ ഞാൻ എന്തിനു പറ്റും? ഉമ്മാനെ നന്നായി നോക്കുന്നു പറഞ്ഞിട്ട് പോടാ, രണ്ട് കൊടുത്തിട്ട്. റൂബി ഇങ്ങട് വാ. ഉമ്മാക്ക് വയ്യാത്തതാണ്, നീ ഉമ്മാനെ നന്നായി നോക്കിക്കോ. ഞാൻ ജോലിക്ക് പോവാണ്. അന്ന് നീ ചെയ്ത പോലെ എന്റെ ഉമ്മാനെ എന്തെങ്കിലും ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല. പറഞ്ഞത് മനസ്സിലായടി? ഞാൻ പോണു. ഡേ ഇത് നോക്ക്, നിനക്ക് എന്ത് ദേഷ്യം എന്റെ അടുത്ത് ഉണ്ടെങ്കിലും എന്റെ മാവൻ വന്നതിന് ശേഷം നമുക്ക് പറയാം. അവൻ വരുന്നതിന് മുമ്പിട്ട് നീ എന്തെങ്കിലും എന്നെ ചെയ്താലുണ്ടല്ലോ, അത് നിനക്കും നല്ലതല്ല എനിക്കും നല്ലതല്ല. പറഞ്ഞില്ല വേണ്ട. നിങ്ങൾക്ക് വിശക്കണമൊന്നുമില്ലേ? എന്തെങ്കിലും ഉണ്ടാക്കട്ടെ? എനിക്കൊന്നും വേണ്ട, ഞാൻ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ എൻ്റെ മകൻ വന്നിട്ട് തന്നെ കഴിക്കുള്ളൂ. എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ കാപ്പി വെക്കാൻ പോവാണ്. നിങ്ങൾക്ക് കാപ്പി വേണോ? കാപ്പിയാ? എനിക്കൊന്നും വേണ്ട കാപ്പി. നീ കാപ്പിയോ ചായയോ എന്തുവാണെങ്കിലും ഉണ്ടാക്കി കുടിച്ചോ. കുടിച്ചു കഴിഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വന്നാൽ മതി. റൂബി, റൂബി, എവിടെ കളിക്കാണ് നീ? ഞാൻ എത്ര നേരം നിന്നെ ഫോൺ വിളിച്ചു. ഫോൺ നോക്കാണ്ട് നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചോദിച്ചിട്ടേ നിൽക്കുന്നത്, നീ എന്തായാലും ഒന്നും പറയാണ്ട് നിൽക്കുന്നത്? നിക്കടി, നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി.
ഉമ്മാന്റെ മുഖത്ത് ഒഴിച്ച പോലെ എൻ്റെ മുഖത്തും കാപ്പി ഒഴിച്ചാലോ? ഉമ്മ, അവളെന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ആ, കേട്ടിട്ട് തന്നെ ഇരിക്കണത്. മുമ്പൊക്കെ അവള് ഈ വീട്ടിൽ പൂച്ചക്കുട്ടനെ പോലെ നിന്നിട്ട് ഇപ്പൊ നമ്മളെ ഭരിക്കുകയാണ് അവള്. നീ എന്തിനാണ്ട് അവളിനെ പേടിക്കേണ്ട ആവശ്യം? നീ അവളിനെ അവളുടെ വീട്ടിൽ കൊണ്ടാക്ക്. ആ, അതാണ് നല്ലത്. എങ്ങനെയും നിങ്ങൾ എന്റെ വീട്ടിൽ കൊണ്ടാക്കണ്ട. എനിക്കറിയാം ഒറ്റയ്ക്ക് പോകാന്. അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അടിമയായിട്ട് ഈ വീട്ടിലിരിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാനെന്താ നായ്ക്കുട്ടിയാ ഈ വീട്ടിലത്തെ? നിങ്ങൾ പറഞ്ഞത് കേട്ട് നടക്കാന്? നായ്ക്കുട്ടിയാണെങ്കിലും അതിന് ഇഷ്ടമില്ലാത്ത ചെയ്താലേ അത് ചങ്ക് പറിച്ചെടുക്കും. ഞാനും പോണെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. എനിക്കും അറിയണമല്ലോ സത്യം. ആ സ്വർണത്തിന് പകരം മുക്ക് വേണ്ട എങ്ങനെ ആയി എന്നുള്ളത്.